സലാർ. നിങ്ങൾ സലാർ കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണല്ലേ. മലയാളത്തിലുള്ള സലാർ പോയി കാണരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിലെ ഡയലോഗ് പ്രസൻറ്റേഷൻസ് ഒന്നും കറക്റ്റ് ഇല്ല. നിങ്ങൾ തമിഴിലുള്ളതോ അല്ലെങ്കിൽ തെലുങ്കിലുള്ളതോ തന്നെ കാണണം, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടത് തമിഴ് വേർഷനാണ്. ഞാൻ പടത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകണമെന്നുള്ളത് നോക്കാം. ഞാൻ പടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, കുറച്ച് അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മളുടെ പ്രശസ്തരായിട്ടുള്ള റിവ്യൂവേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളതിൻ്റെ ഒരു സിനോപ്സ്, ചെറിയൊരു ഇത് അവരുടെ കമ്പൈനായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് തന്നെ കാണണം. ഞാൻ തമിഴിലാണ് കണ്ടത്. ലെറ്റ്സ് സി. പടത്തിനെ കുറിച്ചിട്ട് പറയുന്നതിനേക്കാൾ മുമ്പ് പടത്തിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. കാരണം ഇതിനകത്തുള്ള കാസ്റ്റിനെ കുറിച്ച് പറയാം. ആദ്യം പ്രഭാസ് ദേവരഥ ദേവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ഇതിനകത്ത് ഡബിൾ റോഡാണ്. ദേവരാജ് വർദ്ധ എന്ന് പറയുന്ന ഒരാളായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ശിവമന്നാർ, പൃഥ്വിരാജിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറും പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രുതി ഹാസൻ, ആരാധ്യ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞിട്ട് ദേവയുടെ, അതായത് പ്രഭാസിൻ്റെ ഒരു ഫീമെയിൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ജഗപതി ബാബു അറിയാലോ, അത് വർദ്ധയുടെ അച്ഛനായിട്ട് വരുന്നുണ്ട്. പിന്നെ ബോബി സിംഹ തമിഴിലൊക്കെ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. രജനീകാന്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ് അദ്ദേഹം. നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രാജമന്നാറിൻ്റെ മോനായിട്ടാണ് വരുന്നത്. മോനല്ല, സണ്ണിൻലോ ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ടിനു ആനന്ദ് ഹിന്ദിയിലുള്ളത് ഒരു ബാബ എന്ന് പറയുന്ന അമ്മാവൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ രാമണ്ണ ആസ് റിൻറ്റ എന്ന് പറയുന്ന വർദ്ധാസ് ലോയലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈശ്വരി റാവ്, അതായത് ദേവയുടെ പ്രഭാസിൻ്റെ അമ്മയായിട്ടാണ് വരുന്നത്. പിന്നെ ശ്രേയ റെഡ്ഡി, അതായത് പൃഥ്വിരാജിൻ്റെ സിസ്റ്ററായിട്ട്, വർദ്ധാസ് സിസ്റ്ററായിട്ട് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. രാമചന്ദ്ര രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, രുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒത്തിരി ക്യാരക്ടറും ഒത്തിരി ആൾക്കാരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഭിനയിച്ചിട്ടുള്ളതിൽ അഭിനയം ആരുടെയെങ്കിലും മോശമായോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. എല്ലാവരും അവരവരുടെ പാർട്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ പ്രശാന്ത് നീലിൻ്റെ ആദ്യത്തെ 2 പടങ്ങൾ KGF 1, ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 പടങ്ങൾ KGF 1, KGF 2 സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഈ പടം എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പലരും പറയുന്നുണ്ട് ഉഗ്രം എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്ക് പോലെയാണെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവർ അവരെന്താണെന്നുള്ളത് പറയാം കേട്ടോ. അത് കൂടാതെ പ്രശാന്ത് നീലിൻ്റെ ഒരു KGF 1, KGF 2 സെയിം പാറ്റേൺ ആണ് ഇതിനകത്ത്. ആ കളർ ടോൺ, ആ ഒരു രീതികളൊക്കെ, കുറച്ച് ഇമോഷൻസ് കൂടുതൽ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ പടം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലറാണ് പടം. പിന്നെ എന്നെ ഈ പടത്തിലേക്ക് വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൂമെൻറ്റിൽ എന്ത് നടക്കും, എന്താണ്, അല്ലെങ്കിൽ അവർ പറയാൻ പോകുന്നത് എന്താണ് ഇത് എന്ന് പറയുന്നൊരു ക്യൂരിയോസിറ്റി ഈ പടത്തിൽ ഫസ്റ്റിൽ എല്ലാ സിറ്റുവേഷനിലും, ഈവൻ പടം അവസാനിക്കുന്ന അതുവരെ ആ ഒരു എലമെൻറ്റ് അവർക്ക് കൊണ്ടുവരാനും നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പടം കണ്ടത്. പിന്നെ പടത്തിൻ്റെ ഒരു പ്ലോട്ടിലോട്ട് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGF 1 എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഗോൾഡ് മൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ഇത് ഒരു KGF പോലെ തന്നെ വേറൊരു ലോകം അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാൻസ എന്ന് പറയുന്ന ഒരു ലോകം അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ മറ്റേ കോൾ മൈൻ അതേപോലത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGF 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതേപോലത്തെ ഒരു ഇമോഷൻസ് ഒക്കെ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര അടിപൊളിയായിട്ട് അതിനകത്ത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും, അത് നമ്മളെ ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഉടനീളം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് ടച്ച് ചെയ്യണില്ല. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിട്ട് ഇതിനകത്ത് തോന്നി. ബാക്കി എല്ലാതും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പ്രഭാസിനെ കാണിക്കുന്നതൊക്കെ ആണെങ്കിലും അടിപൊളി, എല്ലാം അടിപൊളി. എന്താ പറയുക, പിന്നെ പലരും പറയുന്നുണ്ട് തോക്കുകളൊക്കെ കണ്ടു മടുത്തു. ഓക്കെ, അത് ആ പ്രോപ്പർട്ടീസൊക്കെ ഇതിനകത്ത് അടിപൊളിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പടം ത്രൂ ഔട്ട് ബ്ലഡ് തന്നെയാണ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിൽ കുളിച്ചിട്ടുള്ള കളികളാണ്. പിന്നെ പല സ്ഥലത്തും നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ളതൊക്കെ തോന്നും. പക്ഷേ ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യം, പല ഹോളിവുഡ് മൂവീസും നമ്മൾ കാണുമ്പോൾ പല ലോജിക്കുകളും നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഇതിൽ, ഞാൻ ആദ്യം പറഞ്ഞ പൃഥ്വിരാജിൻ്റെ അപ്പൻ്റെയും ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്, പൃഥ്വിരാജിൻ്റെ അച്ചാച്ചൻ്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു.
അത് രണ്ടും പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, നമുക്ക് തോന്നും മലയാളത്തിൽ നിന്ന് ഒരു ആക്ടർ അതിനകത്ത് പോകുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള റോളുകളാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ പൃഥ്വിരാജിന് വളരെ നല്ലൊരു പ്രഭാസിനോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സീൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ടച്ചിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത്രയധികം നമ്മളെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഓക്കെ. പിന്നെ പടം പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു രണ്ട് കൂട്ടുകാരുടെ ഒരു കാര്യം. ഈ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രഭാസും പൃഥ്വിരാജും എനിമീസ് ആവാൻ പോവാന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ എൻഡ് വരെ അവർ കാണിക്കുന്നത് സ്വന്തം ജീവൻ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള രണ്ട് കൂട്ടുകാരും അവരുടെ ആത്മബന്ധവും ആണ് ഇതിനകത്ത് പറയുന്നത്. ഈ കൂട്ടുകാരന് വേണ്ടിയിട്ട് വേറൊരു കൂട്ടുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു രീതിയിൽ മൈൻഡ് സെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പടം. പിന്നെ അമ്മ മകനായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും ആ ഡയലോഗ്സൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ട് പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം മലയാളത്തിൽ കാണുമ്പോൾ. ഡെഫിനറ്റ്ലി തമിഴിൽ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാവില്ല. തമിഴിൽ ഞാൻ കണ്ടു, എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഡയലോഗ് പ്രസൻറ്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പലതും ആണെന്നുണ്ടെങ്കിലും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ പലരും പല ട്രോളുകളും വരുന്ന കണ്ടു. ഇപ്പോൾ സമയം എത്രയായി, 6 മണിയായില്ല, 6 മണിക്ക് തന്നെ വീട്ടിലേക്ക് വരണം എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മലയാളത്തിലോട്ട് വരുമ്പോൾ വളരെ മോശമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ തമിഴിൽ ഇറ്റ്സ് ഓക്കെ, തെലുങ്കിൽ അതിനും ഗംഭീരമായിരിക്കാം. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പടത്തിനെ എടുക്കുക, പടം പോയി കാണുക. എനിവേ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ കണ്ടാലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും വയലൻസൊക്കെ കാണുമ്പോഴുള്ള ഇതൊക്കെ ആ മ്യൂസിക്കോട് കാണുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളുടെ നിരൂപരം, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ഒരുമാതിരി പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. പ്രഭാസിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആളുടെ ആ സൈസും ഫിഗറും വെച്ചിട്ട് സ്ക്രീനിൽ വരുമ്പോൾ അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്. ആൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ പല ഇൻ്റർവ്യൂസും ഞാൻ ഇതിനു മുമ്പ് കണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പ്രഭാസിൻ്റെ ഇതിനെക്കുറിച്ച്, സ്ക്രീൻ പ്രസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് റിയലി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ അത് തിയേറ്ററിൽ കാണുമ്പോഴാണ്. പ്രഭാസ് നിന്ന് കഴിഞ്ഞാൽ ഒരു ഡൈനോസർ പോലെ തന്നെയാണ്. ഈ എന്താ പറയുക, ആക്ഷൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ ഹൃതിക് റോഷനൊക്കെ ഉണ്ട് അവിടെ ബോളിവുഡിൽ. അതിനേക്കാൾ ഒരു പടി മുകളിലാണ് പ്രഭാസ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രശാന്ത് നീൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശ്രുതി ഹാസന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഇതിൽ ശ്രുതി ഹാസൻ്റെ ബേസിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു മൂവി പോകുന്നതും. ശ്രുതി ഹാസൻ ത്രൂ ആണ്. ശ്രുതി ഹാസൻ അവരുടെ കഥ കേൾക്കുന്നു, അങ്ങനെ ആ കഥ നമുക്ക് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. എന്നാലും അത്ര ഒരു ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഹാഫിലല്ല, ഈ ഒരു പാർട്ടിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കാമെന്ന് വിചാരിക്കാം. പിന്നെ ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴും എന്താ പറയുക, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. പക്ഷേ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇതിൽ ഇതുവരെ ആ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എന്താണ് സംഭവം, ആരൊക്കെ എന്താണ്, ഓരോ ക്യാരക്ടറും എന്താണ്, അവരുടെ സത്യം എന്താണെന്നുള്ളത് റിവീൽ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇനിയാണ് കഥയിലേക്ക് കിടക്കുന്നത്. അവർ എങ്ങനെ ശത്രുക്കളാകുന്നു, അത് എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അടുത്ത പാട്ട് അതിഗംഭീരമായിരിക്കും എന്ന് വിചാരിക്കാം, തകർക്കും എന്ന് തന്നെ വിചാരിക്കാം. സോ നമ്മളുടെ മലയാളത്തിലുള്ള കുറേ റിവ്യൂവേഴ്സിൻ്റെ കുറച്ച് റിവ്യൂസ് ഞാൻ കാണാനിടയുണ്ടായി. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, ആൾ പറഞ്ഞത്, മോൺസ്റ്റർ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നിരൂപകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള രീതിയിലാണ് ആൾ പ്രസൻറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളത്തിലെ ഡയലോഗ്സിനാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമിഴിൽ കണ്ട കാരണം. മലയാളത്തിൽ ഡെഫിനറ്റ്ലി അത് പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഉണ്ണി വ്ലോഗ്സ് നോക്കിയപ്പോൾ അദ്ദേഹം തരക്കേടില്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശശാം എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബോവ് ആവറേജ് മൂവിയാണ്. വെടിയും പുകയും അതും ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പുള്ളി പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലോജിക്ക്. പടത്തിനകത്തുള്ള ലോജിക്ക് നമുക്ക് ഓക്കെ. സോ നമ്മളുടെ ഉള്ളിലുള്ള ലോജിക്ക് എവിടെയെങ്കിലും ഒരു ചില്ല് കുപ്പിയിലിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പടം പോയി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ പോയി കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. എനിവേ
കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലും മലയാളം പോയി കാണരുത്, തമിഴോ തെലുങ്കോ കാണുക. മലയാളത്തിൽ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞ സെയിം അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.